ഹലോ, അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വന്നു, ഞങ്ങളതിൽ കയറിയിട്ടാ. ചിറയ്ക്കുന്ന തന്നെ ഇരുന്നു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോണ വഴിയിൽ എല്ലാവരെയും പിക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വിശന്നൊരു വിധമായി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7:30 ഇറങ്ങിയ കാരണം ആർക്കും ആ സമയത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. ചിലർക്കൊക്കെ പറ്റുള്ളൂ, ഞങ്ങൾക്ക് തീരെ പറ്റില്ല കഴിക്കാൻ നേരത്തോട് കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും പോവുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ പോണ വഴിയിൽ കാടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് വല്ല ആനയുണ്ടോ എന്നുള്ളത്. അങ്ങനെ പോണ വഴിയിൽ ഞങ്ങൾ തുമ്പൂർ മൊഴി എന്ന് ഞാൻ തോന്നുന്നുണ്ട് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഇങ്ങനെ നമ്മളെന്താ തൂക്കുപാലമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾക്ക് 1 മണിക്കായിരുന്നു റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. അപ്പോൾ ഞങ്ങൾ ബ്ലോക്കുള്ള കാരണമാണ് 7:30 ഇറങ്ങിയത് കേട്ടോ. തൃശ്ശൂരും ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ അവിടെയൊക്കെ പോണ വഴിയിൽ അവിടെയൊക്കെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ 1 മണിക്കെല്ലാം എത്തണ്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് അതിരപ്പള്ളിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തുമ്പൂർ മൊഴി കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് തൂക്കുപാലത്തിലേക്ക് കയറിയിട്ടാ. തിരക്കുണ്ടായിരുന്നു. തൂക്കുപാലം പിന്നെ അങ്ങനെ ഇളകുണ്ടായിരുന്നു, എന്നാലും പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നടന്ന് വയ്യാണ്ടായി തുടങ്ങി. തങ്കുനും ഓടണമൊക്കെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ പറയുകയും ചെയ്യും കേട്ടോ അവൻ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കുടിക്കാൻ എല്ലാവരും. വാട്ടർമെലനായിരുന്നു കേട്ടോ ജ്യൂസ്. പിന്നെ നമുക്ക് ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം നമ്മളൊരു വില്ല പോലെയാണ് കേട്ടോ. 3 ബെഡ്റൂമുള്ള ഒരു വില്ലയാണ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതല്ലേ ആ നമ്പറില്ലേ ലാൻഡ്ഫോർഡ് ഡയറക്റ്റ് റിസോർട്ടിലേക്ക് വിളിക്കാം. 20 2 റൂമിലായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് ഇനി റിസോർട്ടൊന്ന് കാണാനിറങ്ങുകയാണ്. ഇതാണ് റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നടന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. അതാ പൂള്. ഫുഡ് കിട്ടുമ്പോ ഇവിടെ ജിമ്മുണ്ട്. ത്രെഡ്മില്ല് ഇതാ അവിടെ ഉണ്ട്. ഇതാ ജിമ്മിൻ്റെ ഇതുണ്ടെന്ന് പറയാ. മാങ്ങ പറയും ചളിയത്ത് ഒരു ജാതി. നോക്കിയ വലിയ ചെസ്സാ.
അതിങ്ങനെ പോവാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആകാശ അപ്പം എല്ലാവരും കളിക്കണ തിരക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.